മാഡം, ഫേഷ്യൽ ഇഞ്ചുറീസ്, മുഖത്ത് മുറിവുകൾ ഭയങ്കര കോമൺ ആണ്. എൻ്റെ പ്രാക്ടീസിൽ ഒരുപാട് മുഖത്തിൽ മുറിവ് അങ്ങനത്തെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മുറിവ് ഉണങ്ങുന്നതല്ല അതിന് എൻഡ് പോയിന്റ് അല്ല. 5-ാമത്തെ ദിവസം നമ്മൾ സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞാലും ആ മുറിവ് ഉണങ്ങുന്നതല്ല എൻഡ് പോയിന്റ്. അതിന് ആ പേഷ്യൻ്റ് വേണ്ടത് നല്ലൊരു കലയാണ് വേണ്ടത്, നല്ല ഭംഗി, ഓൾമോസ്റ്റ് കാണാത്ത രീതിയിലത്തെ കലയാണ് വേണ്ടത്. അപ്പോൾ ഒരു മുറിവ് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മുറിവ് നല്ല രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ സ്കാറായിട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലാണ് നമുക്ക് നല്ലൊരു സ്കാർ നമുക്ക് കൊടുക്കാൻ പറ്റുക പേഷ്യൻറ്റിന്? എപ്പോഴും അങ്ങനത്തെ കേസസ് വരുമ്പം ഏർലി ആയിട്ട് അവർ വരണം. ഇപ്പോൾ ലേറ്റ് ആയിട്ട് ഇപ്പോൾ സ്കാർ ഡെവലപ്പ് ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷം വരുന്നതിനേക്കാളും ആ ഏർലി ഫേസിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഫക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിൽ നമ്മൾ CO2 ലേസർ ട്രീറ്റ്മെൻ്റ് ആണ് ദ ബെസ്റ്റ്. അപ്പോൾ അത് നമ്മൾ മൾട്ടിപ്പിൾ സെഷൻസ് വേണം. അതിൻ്റെ കൂടെ നമ്മൾ PRP ആഡ് ചെയ്യും, അല്ലെങ്കിൽ എക്സസോം റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സും കൂടി ആഡ് ചെയ്യുമ്പം കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് ആ സ്കാർസ് ഇമ്പ്രൂവ് ആയി വരും. പണ്ട് കാലത്തൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ മുറിവെല്ലാം ഉണങ്ങി 3-4-5 മാസം കഴിഞ്ഞ് എല്ലാം പിന്നെ എന്നിട്ട് സ്കാർ എങ്ങനെ സെറ്റിൽ ആവുന്നുണ്ടോ, വലിപ്പം കൂടുന്നുണ്ടോ, കട്ടി കൂടുന്നില്ല എന്നിട്ടൊക്കെ നോക്കിയിട്ടായിരുന്നു ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ നമ്മൾ മുറിവ് ഉണങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് വിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് early സ്കാർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഏറ്റവും നല്ല സ്കാർ കിട്ടുന്നത്.